ഹലോ മുത്തുമണികളെ, ഈ ഒരു കാര്യം എനിക്ക് പറയാതെ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് പറയണം. അതായത് അവിഹിതം ഒരു ഹോബിയായിട്ട് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ അവിഹിതം സോഷ്യൽ മീഡിയ വല്ലാത്തൊരു ലോകത്തേക്കാണ് നമ്മളെയൊക്കെയും കൊണ്ടുപോകുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇവിടെ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു. ഇവർക്കൊരുപാട് ആരാധകന്മാരും ആരാധികമാരും ഒക്കെ ഉണ്ടാകുന്നു. ഈ ആരാധന മൂത്ത് പലരുടെയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ്, അതായത് ഇതുപോലൊരു അവിഹിത ബന്ധത്തിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലൊരു അവിഹിത ബന്ധമാണ് ഇവിടെ ഇപ്പോഴും നടക്കുന്നത്. സോഷ്യൽ മീഡിയ ഒരു അവിഹിത കച്ചേരിയായി മാറുകയാണോ എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നത് നമ്മളെ ഫസ്മിന, ലല്ലു, മെഹനാസ്, സഫ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രശ്നത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് വന്നത്. ഇവിടെ ഞാൻ ആരുടെ പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ആരുടെ പക്ഷത്താണ് എന്നുള്ളത് എൻ്റെ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു വിഷയം ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തു. ഈ റിയാക്ട് ചെയ്ത വീഡിയോകളും ഞാൻ കണ്ടു. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നുന്നത്. അതായത് റിയാക്ട് ചെയ്ത എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ പാസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇവരുടെ പാസ്റ്റിൽ ഇവർക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്മിന എന്ന് പറയുന്ന പുള്ളിക്കാരിയാണെങ്കിലും പിന്നെ ഒരാളെ സ്നേഹിച്ചു, ആ സ്നേഹബന്ധത്തിൽ നിന്നും ബ്രേക്കായതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുക, അത് ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു സർവ്വസാധാരണമായ ഒരു വിഷയമാണ്. നമ്മുടെ ഫാമിലി കോർട്ടിലൊക്കെ എന്തോരം കേസുകളാണ് ഇങ്ങനെ കിടക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് അത് ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത്രയൊന്നും വരില്ലല്ലോ ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് അത് ബ്രേക്കപ്പായി പോയത്. ഇനി മെഹനാസിൻ്റെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ, മെഹനാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വൈഫായിരുന്നല്ല ആദ്യത്തെ വൈഫ് മരണപ്പെട്ടു, സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സൂയിസൈഡ് ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചത് ഈ ഭർത്താവ് തന്നെയാണ് എന്നുള്ള വാദം ഇന്നും നിലനിൽക്കെ ഈ പുള്ളിക്കാരൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ഈ രണ്ടാമത്തെ വൈഫുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ഈ വീഡിയോസ് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ന്യായവും നീതിയും ഏത് പക്ഷത്താണ് എന്നുള്ളതും. ചിലരുടെ വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഫസ്മിന സക്കീർ എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ടേക്കുന്ന വീഡിയോസ് മുഴുവൻ തന്നെ. അത് കാണുമ്പോൾ ശരിക്കും ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ച്, ആ കുട്ടി ആഗ്രഹിച്ചിരുന്ന ഒരു ലൈഫ് തട്ടിപ്പറിച്ചെടുത്ത ആളുകളോടുള്ള ദേഷ്യത്തെക്കുറിച്ച്, ഇനി ഒരിക്കലും ആ ഒരു ജീവിതം തനിക്ക് കിട്ടില്ല എന്നുള്ള ആ ഒരു വേദനയെക്കുറിച്ച് ഒക്കെ ആ കുട്ടിയുടെ കണ്ണുകളിൽ ആ ഒരു വേദന. അത് മാത്രമല്ല, ആ കുട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടും സ്നേഹിച്ചിട്ടുമാണ് ആ ഒരു വിവാഹം നടന്നിട്ടുള്ളത്. ഈ തൊപ്പി എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം മാന്യമായിട്ട് ആ കുട്ടി ഒരാളിനെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. ആ കല്യാണം കഴിച്ച വ്യക്തി എന്ന് പറയുന്നത് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ്. ഈ കല്യാണം കഴിച്ച് ഭയങ്കരമായി അയാളെ സ്നേഹിക്കുന്ന ഒരു കുട്ടി എന്നാണ് എനിക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം കരുതിയിരുന്നത്, എനിക്കത് തോന്നുന്നതാണ്, ആ കുട്ടി ഈ ലല്ലു എന്ന് പറയുന്ന പുള്ളിക്കാരനെ സ്നേഹിക്കുന്ന എന്ന് മീൻസ് ഇവര് വേറൊരു
ഈ ലല്ലു എന്ന് പറയുന്ന പുള്ളിക്കാരൻ വേറൊരു സ്ത്രീയുമായിട്ട് വേറൊരു പെൺകുട്ടിയായിട്ട് വിഷയങ്ങളുണ്ട്. അതറിഞ്ഞിട്ടാണ് ഇവരുടെ ലൈഫ് സ്പോയിലാകുന്നത്, ഇവരുടെ ലൈഫ് സ്പ്ലിറ്റ് ആകുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പറയപ്പെടുന്നതെന്ന് പറയുന്നത് മെഹനാസിൻ്റെ വൈഫുമായിട്ട് ഈ പുള്ളിക്കാരന് കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഫസ്മീന സക്കീറിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ഞാൻ നോക്കിയതായിരുന്നു. അതിലൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടല്ലോ, നിങ്ങൾ ആ പുള്ളിക്കാരനെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് ആ പുള്ളിക്കാരൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല. കാരണം മുമ്പൊരിക്കൽ എൻ്റെ സൗഹൃദ ലിസ്റ്റിൽ 2 ആൾക്കാർ ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ഈ സൗഹൃദ ലിസ്റ്റിൽ ഇടിച്ചു കയറിയത് ശരിക്കും ചീറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഇടിച്ചു കയറിയത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുമ്പോഴത്തേക്കും എൻ്റെ പല സുഹൃത്തുക്കളും ഇവരുടെ വലയിലേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ പിന്നീട് അവരെയൊക്കെ ഊരിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയാസത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയും തന്നെ ഇവർ ചെയ്തത് എൻ്റെ സൗഹൃദം മുതലെടുത്തിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം എനിക്ക് ഭയങ്കരമായ ദേഷ്യവും എനിക്ക് ഭയങ്കരമായ സങ്കടവും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സങ്കടവും ദേഷ്യവും എന്നെ കൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് സത്യത്തിൽ എനിക്ക് പറ്റിയ ആ ഒരു അബദ്ധമുണ്ടല്ലോ, അതായത് സ്നേഹത്തെ മുതലെടുക്കുന്ന എൻ്റെ സൗഹൃദത്തിനെ മുതലെടുത്തുകൊണ്ട് ഇവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് നിരപരാധികളായ ആളുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബറായിട്ടുള്ള ആളുകളെ യൂസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യം പൊതുജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ ചതിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഇവരെ എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് എനിക്ക് പോകാമായിരുന്നു. പക്ഷേ എന്നെ പോലെ തന്നെ മറ്റൊരുപാട് പേര് ഈ ഒരു വലയിൽ വീണു പോകാതിരിക്കാൻ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നിസ്സാരമായ ഒരു സൗഹൃദ ബന്ധത്തിൽ പോലും ഞാൻ ഒരുപാട് പേരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറ്റിയ ആ ഒരു അമളിയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ സൗഹൃദത്തെ മുതലെടുത്ത ആ നികൃഷ്ട ജീവികളെക്കുറിച്ച് ഞാൻ പൊതുസമൂഹത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂടെ ജീവിച്ച് സ്വന്തം വിചാരങ്ങൾ പങ്കിട്ട് സ്വന്തം സാമ്പത്തികം പങ്കിട്ട് അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഫസ്മിന സക്കീർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി. അവളുടെ ഭർത്താവ് അവളെ പറ്റിച്ച് മുങ്ങിയതാണ് അല്ലെങ്കിൽ അവളെ വഞ്ചിച്ച് മുങ്ങിയതാണ് എന്നുള്ളത് അവൾ വീഡിയോകൾ ഇട്ടുകൊണ്ട് പൊതുജനങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതായത് അയാൾക്ക് സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു വീക്ക്നെസ് ആണ് എന്നുള്ളതും ഇനിയും ഒരുപാട് പേര് തന്നെ പോലെ ചതിക്കപ്പെട്ടേക്കാം എന്നുള്ളതുമാണ് ആ പുള്ളിക്കാരിയുടെ വീഡിയോകളിലൂടെ വെറുതെ അങ്ങോട്ട് പറയുകയല്ല ചെയ്തത്. അവർ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും അവർ തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു കാര്യത്തിന് പോലും തെളിവില്ലാതെ അവർ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവിടെയൊക്കെയും തന്നെ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇവർ ഭയങ്കര ബോൾഡായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ശരിക്കു പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ബോൾഡ്നെസ്സിനിടയിലും അവരുടെ കണ്ണുകളിൽ തളം കെട്ടി കിടക്കുന്ന ആ ഒരു ദുഃഖം എനിക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കു പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടതിൽ, അവളുടെ സ്നേഹം വഞ്ചിക്കപ്പെട്ടതിൽ അവൾ വളരെയധികം വേദനയിലും നിരാശയിലുമാണ് എന്നുള്ളത് ഈ പുള്ളിക്കാരനും അറിയാമെന്നുള്ളതാണ്. ഈ പുള്ളിക്കാരൻ്റെ അതായത് ഈ ലല്ലു, ഇവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ലല്ലുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2 എപ്പിസോഡ് ഞാൻ ഇരുന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിൽ ആ പുള്ളിക്കാരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്.
അതായത് ഇപ്പോൾ ഞാൻ അവളോട് പോയിട്ട് പറയുകയാണ്, ഞാൻ ഈ യൂട്യൂബൊക്കെ നിർത്താം, ഇതെല്ലാം ഞാൻ നിർത്തിയിട്ട് നമുക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നോടൊപ്പം വന്ന് ജീവിക്കും. അപ്പോൾ ആ പുള്ളിക്കാരനും അറിയാം അത്രയേറെ ആ പെൺകുട്ടി അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അയാളെ സ്നേഹിക്കുന്നുണ്ട്. തന്നെ വഞ്ചിച്ചതാണ് എന്ന് മനസ്സിലായിട്ടും, തൻ്റെ സ്നേഹത്തെ മുതലെടുക്കുകയാണ് എന്ന് മനസ്സിലായിട്ടും, തൻ്റെ സ്നേഹത്തെ കബളിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായിട്ടും ആ പുള്ളിക്കാരനെ അവൾ സ്നേഹിക്കുന്നുണ്ട്, ഇനിയും സ്നേഹിക്കും എന്നുള്ളത് ആ പുള്ളിക്കാരനും അറിയാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും എനിക്കിങ്ങനെ ഒരു വീഡിയോ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയണം എന്നുള്ള ഒരു തോന്നലാണ് എന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. രണ്ടുപേരും രണ്ട് അലിഗേഷൻസ് പറയുന്നുണ്ട്. രണ്ടുപേരും പിന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, മയക്കുമരുന്നിന് അടിമയാണ്. പിന്നെ ഇപ്പോൾ ഈ ലല്ലു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നത് ഫസ്മിന മാനസിക രോഗത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ പൊന്നു ചങ്ങായി, മാനസിക രോഗം എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് ഒരു പനി, ജലദോഷം, എന്തിനധികം പറയുന്ന ക്യാൻസർ പോലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യും? ട്രീറ്റ്മെൻ്റ് എടുക്കും. അതുപോലെ തന്നെയാണ് മനസ്സെന്ന് പറയുന്നതും. മനുഷ്യൻ്റെ മനസ്സിനും രോഗങ്ങൾ ഉണ്ടാകാം. ആ രോഗങ്ങൾ പലതരത്തിലായിരിക്കും. മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ആര് പറഞ്ഞു? അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അതിന് മരുന്ന് കഴിക്കാം. അത് ഈ സമൂഹത്തിൽ എപ്പോഴാണ് ഈ മാനസിക രോഗം എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമായത്? എന്തുകൊണ്ട് സംഭവമാവുന്നു? അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ അവർ ആ രോഗം മനസ്സിലാക്കിയിട്ടാണല്ലോ. അങ്ങനെ ഒരു രോഗം എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് എനിക്ക് റിക്കവർ ആവണം എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ആ ഒരു രോഗത്തിന് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. അത് മറച്ചു വെച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നിങ്ങളെ ചതിക്കുകയല്ലല്ലോ ചെയ്തത്. നിങ്ങൾക്കും അറിയാം ആ രോഗത്തിന് വേണ്ടിയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എന്ന്. ഇപ്പോഴും മാറാത്ത ഒരു പിന്നെ മനുഷ്യൻ്റെ മനസ്സിൽ ഇപ്പോഴും മാറാത്ത ഒരു കാര്യമാണ് അയ്യോ മാനസിക രോഗം എന്ന് പറയുന്നത് വലിയ എന്തോ സാധനമാണ്. മനസ്സിന് രോഗം ബാധിച്ചാൽ എന്താണ് ചെയ്യുക? ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിന് മരുന്ന് കഴിക്കുക, അത് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസറിന് പോലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എങ്കിൽ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വലിയ അപരാധമാണോ? അതൊരു കാരണമാണോ വിവാഹമോചനത്തിന്? അല്ലെങ്കിൽ എനിക്ക് ഈ പെണ്ണിനെ വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു കാരണമാണോ എൻ്റെ പൊന്ന് സഹോദര? ഇനി ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ആരുടെ ഭാഗത്താണ് എന്ന്. ഇന്ന് ശരിക്കും ഫസ്മിന മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ അവർ തകർന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. എൻ്റെ ഈ വീഡിയോ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ, ഫസ്മിന കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പൊന്നുമോളെ നിങ്ങളുടെ ഏജിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ശരിക്കും ഒരു ഫാൻറ്റസി ലൈഫിലാണ് ജീവിക്കുന്നത്. ഇതിൽ എപ്പോഴും പെട്ടുപോകുന്ന ചില ആളുകളെന്ന് പറയുന്നത് സ്ത്രീകളാണ്. അതായത് അമിതമായി തൻ്റെ ഇണയെ സ്നേഹിക്കുക, പിന്നീട് അത് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായാൽ പോലും നമുക്കവരെ വെറുക്കാൻ സാധിക്കാതിരിക്കുക. ആ നല്ല മനസ്സിൻ്റെ ഉടമ ആയതുകൊണ്ടാണ്. നിങ്ങൾ ശരിക്കും ഒരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ്. നിന്റെ സ്നേഹത്തെ ചതിച്ചു എന്ന് മനസ്സിലായിട്ടും നീ ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ മനസ്സ് നല്ല മനസ്സായതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏജ്, ഇവരുടെ വീഡിയോസ് റിയാക്ട് ചെയ്ത എല്ലാ ആളുകളും ഞാൻ നോക്കുമ്പോൾ അവർ വൈവാഹിക ജീവിതത്തിലായിരിക്കുന്ന ആൾക്കാരാണ്. ഏജിൽ വളരെ മെച്യൂരിറ്റി ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റാതെ പോയതിൽ എനിക്ക് ഭയങ്കര ഖേദം തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ ഏജിൻ്റെ പ്രശ്നവും ഉണ്ട്. ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി ലൈഫ് പോലെയാണ്. എനിക്ക് ഭയങ്കര സൗന്ദര്യമുണ്ട്, എന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ഒരുപാട് ആരാധക വൃന്ദങ്ങളുണ്ട്. ഒരു ആക്സിഡൻറ്റ് പറ്റി ഒന്ന് കാലോ കയ്യോ പോയാൽ തീർന്ന്.
ഈ ആരാധനയും എല്ലാം തീർന്നു. അപ്പോൾ നമുക്ക് കൂടെ ഉണ്ടാകാൻ ആരുണ്ടാകും? നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ തീരുന്നത് വരെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ആരായിരിക്കും? സ്നേഹിക്കുന്ന ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയവും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചാൽ ഒരു 3-4 എപ്പിസോഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്രയേറെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യം ഞാൻ നിർത്തിയിട്ട് മെഹനു സഫ ആ ഒരു കാര്യത്തിലോട്ട് പോകാം. അവിടെയും ആളുകൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ വൈഫിൻ്റെ മരണത്തിന് കാരണക്കാരൻ ഈ പുള്ളിക്കാരനാണ്. എന്തായാലും സൂയിസൈഡ് ചെയ്തു, ആ പുള്ളിക്കാരത്തി സൂയിസൈഡ് ചെയ്തു. മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ഇത് മനസ്സിലാകാതെ ആത്മഹത്യ ചെയ്യുന്നവരെ, ആ കുട്ടിയെ ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷെ ജീവിച്ച് പൊരുതി നേടുക എന്നുള്ളതായിരുന്നു വേണ്ടിയിരുന്നത്. എന്ത് തന്നെ ആര് പ്രലോഭിപ്പിച്ചതായാലും ആർക്ക് വേണ്ടിയിട്ടും സ്വന്തം ജീവൻ ത്യജിക്കുക എന്നുള്ളത് ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. ആ പുള്ളിക്കാരി സ്വയമേ മരണപ്പെട്ടതാണ് എങ്കിൽ ആ കുഞ്ഞു മോൻ്റെ മുഖം പോലും ഓർക്കാതെ ആ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണീര് ഇന്നും വറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ അത്രയും സ്നേഹിക്കുന്ന ഒരു ഉമ്മാനെയും വാപ്പാനെയും മറന്നുകൊണ്ട്, ഇവരുടെ മകനെ മറന്നുകൊണ്ട്, ഈ ഒരു മെഹ്നു എന്ന് പറയുന്ന ഒരൊറ്റ പുള്ളിക്കാരന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വിഡ്ഢിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർ തന്നെയായിരിക്കും. അല്ല, അവരുടെ മരണം ഒരു കൊലപാതകമാണ് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത് പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ സഫയുടെ ഒളിച്ചോട്ടം അല്ലെങ്കിൽ സഫയുടെ ഈ ഒരു മാറി നിൽക്കലുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിവാഹമോചനം, ഇപ്പോൾ അവർ വിവാഹമോചനത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അവിടെയും പറയാനുള്ളത് ഒരു കുഞ്ഞായതിന് ശേഷമാണ് ഈ പുള്ളിക്കാരത്തി മാറി നിൽക്കുന്നത്. ഈ മാറി നിൽക്കുമ്പോഴും ഇവരുടെ ഉമ്മയും ബാപ്പയും ഉള്ള ഒരു വീട്ടിലേക്കല്ല പോയിരിക്കുന്നത്. ഇവർ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെയാണ് താമസിക്കുന്നത്. അവിടെയും ഇവർക്കും വലിയ ഏജ് ഇല്ല. അതാണ് വേറൊരു വിഷയം. വലിയ ഏജ് ഇല്ല. ഒരു തോന്നലിൻ്റെ പുറത്ത് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും മെഹനാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു 2 ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിലും അയാളും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകനെ വിട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല, എൻ്റെ മകനെ എനിക്ക് കാണിച്ചു തരില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ കുഞ്ഞ് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫ് അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പോലും ഞാനത് മറക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ലൈഫ് സ്പോയിലായി, ആദ്യത്തെ ലൈഫ് അങ്ങനെ അങ്ങ് പരാജയപ്പെട്ടു പോയി. രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെയായിരുന്നാലും മനുഷ്യന് മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്വന്തം വൈഫ് മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ മറ്റൊരാളുമായി റിലേഷനിലാണ് എന്ന് പറഞ്ഞാൽ ലോകത്തൊരാൾക്കും അത് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നല്ല. ഇനി വൈഫ് ബന്ധത്തിലായിരിക്കുന്ന ഒരു പുള്ളിക്കാരനെ തിരഞ്ഞു പോവുക, ആ പുള്ളിക്കാരൻ ഇയാളെ അടിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അതിനൊക്കെ പറയേണ്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതും വന്നിരുന്ന് ന്യായീകരിക്കുന്നു ഭാര്യ. എന്തോ ആയിക്കോട്ടെ, ആ പുള്ളിക്കാരിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ഉപ്പയാണ് അയാളിനെ പോലീസുകാർ അടിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന കാമുകനെന്ന് പറയാമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇവരുടെ റിലേഷൻ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫേം ആയിട്ടില്ല. പക്ഷെ എങ്ങനെ നോക്കിയാലും സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം ഉണ്ട്, ഒരു പതർച്ചയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ നമ്മളെ ഫസ്മിനെ ആണെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതാ ഇന്ന തെളിവുകൾ ഞാൻ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെക്കും. പക്ഷെ അവിടെ പിന്നെ ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ പുള്ളിക്കാരൻ, അതായത് ലല്ലുവും മറ്റേ പുള്ളിക്കാരനും വന്നത് എന്ന് പറയുന്നു. എൻ്റെ ഊബർ ഓട്ടിക്കുന്ന ആളാണ്, പിന്നെ ഡ്രൈവറാണ് എന്ന് പറയുന്നു, ഊബർ ഡ്രൈവറാണ് എന്ന് പറയുന്നു. പിന്നെ
അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഭർത്താവ് ഈ ആളിനെ കണ്ടു എന്ന് പറയുന്നു, അവിടെ വെച്ച് മെഹനാസിനെ അടിക്കാൻ പോയി എന്ന് പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച്. ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നറിയാമോ? സത്യത്തിൽ ഈ ലല്ലു എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ഫാൻറ്റസി, ആ ഒരു ലൈഫ് പോകുന്ന ഒരാളാണ്. ഒരു സ്ത്രീയുമായിട്ടൊന്നും അല്ല അയാൾക്ക് റിലേഷൻ ഉള്ളത് എന്നുള്ളത് ഇപ്പോൾ ഫസ്മിനയുടെ വീഡിയോസ് കാണുന്ന ഒരാൾ, ഈ ഒരു കേസ് അറിഞ്ഞതിന് ശേഷം ഇവരുടെ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരുപാട് സ്ത്രീകളുമായിട്ട് പിന്നെ സൗഹൃദമായിരിക്കാം, ഒരു പക്ഷേ സൗഹൃദമായിരിക്കാം കേട്ടോ, സൗഹൃദ ബന്ധം നിലനിർത്തുന്ന ഒരാളാണ് ഈ ലല്ലു എന്ന് പറയുന്ന ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഫ അങ്ങനെ ഒരു റിലേഷൻ ലല്ലുവുമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും വലിയ ആയുസ്സൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരുപാട് ജീവിതം ജീവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ശരിക്കും നിങ്ങളുടെ ഏജിൻ്റെ പ്രശ്നമാണ്. ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചപലത മാത്രമാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ പറ്റിക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ മെഹനാസുമായിട്ട് നിങ്ങൾക്ക് ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങളെയും തേടി വന്നേക്കാം. ഈ സൗഹൃദങ്ങളാൽ നിങ്ങളും ചീറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഈ ചീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പോലും നിങ്ങൾക്ക് ഒരാളോടും പറയാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സഫ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, പറയാൻ പറ്റൂല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരാളോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി എങ്ങനെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളെ ഈ മെഹനാസിൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മ എന്നൊരു സ്ഥാനം കൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നിങ്ങളെ ചേർത്ത് നിർത്താനും നിങ്ങൾക്ക് വേണ്ടുന്ന സംരക്ഷണം തരാനും അയാൾ തയ്യാറാവും. കാരണം എന്താണ്? നിങ്ങൾ ആ വ്യക്തിയുടെ കുഞ്ഞിൻ്റെ ഉമ്മ കൂടിയാണ്. വൈഫ് എന്നുള്ളത് മാത്രമല്ല, അയാളുടെ കുഞ്ഞിൻ്റെ ഉമ്മ കൂടിയാണ് നിങ്ങളെന്നുള്ളതാണ്. അതേസമയം ഇപ്പം നിങ്ങളെ തേടി വന്നിരിക്കുന്ന സൗഹൃദങ്ങളൊന്നും തന്നെ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്ത ആളുകളാണ്. നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ട് വന്ന അവരുടെ പ്രതീക്ഷകൾ നിങ്ങളിൽ തീർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവരുടെ പ്രതീക്ഷകളെ യോജിപ്പിച്ച് അതുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് അവർ വേർപിരിഞ്ഞു പോവും. എൻ്റെ സഫ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താലി കെട്ടിയ സ്ത്രീക്ക് പോലും ഒരു വാല്യൂ കൊടുക്കാത്തൊരു വ്യക്തിയാണ് ആര്? ലല്ലു. ആ പുള്ളിക്കാരൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പോയി എനിക്ക് ഇത് വേണ്ട, യൂട്യൂബ് വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവൾ തയ്യാറാകും എന്ന് പറയുന്നത് ഒരു നിസ്സാരം പോലെയാണ് അയാൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാര്യ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്നാപ്പിലൊക്കെ കയറി ഒരുപാട് സ്ത്രീകളുമായിട്ട്, ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തു. അത് ഇവൾ കണ്ടിട്ട്, അങ്ങനെയെങ്കിലും കണ്ടിട്ട് എന്നെ ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും അപ്പം കല്യാണ ജീവിതത്തിന് എന്ത് വാല്യൂ ആണ് ഈ ലല്ലു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വിവാഹം കഴിച്ച സ്ത്രീയോട് പോലും, ആ ഒരു പെൺകുട്ടിയോട് പോലും അത്ര കമ്മിറ്റ്മെൻറ്റ് മാത്രമുള്ള ഒരാളാണ് ഈ ലല്ലു എന്ന് പറയുന്നത്. ഈ പുള്ളിക്കാരനെ വിശ്വസിച്ചിട്ടാണോ കുടുംബജീവിതം വേണ്ട എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടേക്കുന്നത്? ഇത് ശരിക്കും ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെ തെറ്റും ശരിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൈവിട്ടു പോകും എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ? ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കളിപ്പാട്ടം പോലെയാണോ? ഇവിടെ നിങ്ങളുടെ മകന് നഷ്ടപ്പെടുന്ന ഒരു ഉപ്പയുടെ സ്നേഹമുണ്ട്, കരുതലുണ്ട്. ചിലപ്പോൾ അയാൾ നിങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കുമായിരിക്കും. മെഹനാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അയാളുടെ കുഞ്ഞായതുകൊണ്ട് ചിലവിനൊക്കെ തരുമായിരിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വേർപെട്ടു പോയില്ലേ? വേർപെട്ട് നിൽക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും കണ്ടുകൊണ്ട് ആ കുഞ്ഞ് വളരണ്ടേ?
അതിനെക്കുറിച്ചൊക്കെ എന്താ ചിന്തിക്കാത്തത്? എടുത്തു ചാടാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും. ഇനി അങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ചെന്ന് നിൽക്കുകയും, അല്ലെങ്കിൽ എല്ലാ കാലത്തും എല്ലാവർക്കും യൂട്യൂബിൽ വീഡിയോ ഇട്ടും കൊണ്ട് നിൽക്കാൻ ഇങ്ങനെ ജീവിക്കാനും പറ്റില്ല. പുതിയ പുതിയ ആളുകൾ വരും, പുതിയ പുതിയ യൂട്യൂബേഴ്സ് വരും. അപ്പം അവർ വരുമ്പോൾ നിങ്ങളൊക്കെയും എന്താവും, താഴേക്കിടയിലേക്ക് പോവും. ഈ മീഡിയ എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. പുതിയത് വരുമ്പോൾ പഴയതിനെ മറക്കും, അല്ലെങ്കിൽ പഴയത് ഇല്ലാതാകും. നമ്മൾ കേട്ടിട്ടില്ലേ, പുതിയ കാറ് വാങ്ങിക്കും. ഒരു കാറിന് ഭയങ്കര ഭംഗിയും ആ ഒരു സമയത്തെ ട്രെൻഡിനനുസരിച്ചിട്ട്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സായിരുന്നാലും നമ്മൾ ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് ആ ഡ്രസ്സ് നമ്മൾ വാങ്ങും. അത് കഴിഞ്ഞ് പുതിയ ട്രെൻഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുതിയ ട്രെൻഡിനൊപ്പം നമ്മൾ പോവും. അപ്പോൾ അങ്ങനെ ആ ഒരു തലത്തിലുള്ള ഒരു മീഡിയയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ പുതിയ പുതിയ ട്രെൻഡുകൾ വരും, നാളെ പുതിയ പുതിയ ട്രെൻഡുകൾ വരും. അപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാതാവും. അന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പിടിച്ചു നിർത്തിയാൽ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊന്നും പോരെങ്കിൽ എന്തെങ്കിലും 4 അക്ഷരം പഠിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് നോക്ക്. അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടുന്നത്. ഇതൊക്കെ ശരിക്കും ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്.